അവനിഷ്ടപ്പെട്ട ഒരു അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ മഹാനവറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാടുമായിട്ടുള്ള വലിയൊരു ബന്ധമാണ് ഈ നാട്ടുകാരായ നമ്മൾക്ക് പറയാനുള്ളത്. മഹാനവറുകൾ ഹിജ്റ 1166 യമനിലെ തെരീം എന്ന സ്ഥലത്താണ്, ഹദ്റമൗത്ത് എന്ന സ്ഥലത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. മുഹമ്മദ് ബിൻ സഹ്ർ മൗലദ് ദബീല എന്നവരുടെ മകനായിട്ട് AD 1753 മഹാനവറുകൾ ജനിക്കുകയും 16-ാം വയസ്സിൽ എന്നും 18-ാം വയസ്സിലാണ് മമ്പുറത്ത് എത്തിയത് എന്നും ചരിത്രരേഖകൾ കാണാൻ സാധിക്കും. അങ്ങനെ പിന്നെ മരിക്കുന്നത് വരെ കേരളത്തിലെ നാനാജാതി മതസ്ഥർക്കും ഒരു അത്താണിയായിട്ട് മഹാനവറുകൾ വർദ്ധിക്കുകയാണ്. തൻ്റെ ഖുതുബുസ്സമാൻ എന്ന പേരിലേക്ക് മഹാനവറുകൾ ഖുതുബീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ, അതുപോലെ തന്നെ അന്ന് ജീവിച്ചിരുന്ന ഒട്ടനവധി പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ പദവിയിലെത്തുന്ന അപൂർവം ചില ആളുകളാണ്. നമ്മുടെ നാട്ടുകാരൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 4 വിവാഹം കഴിച്ചതിൽ 1 പൊന്മുണ്ടത്തിൽ നിന്നാണെന്ന് എല്ലാ ചരിത്ര രേഖകളിലും നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ആലി മുസ്ലിയാരുടെ പേരക്കുട്ടി നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ ആ കാര്യമൊക്കെ വലിയ ചരിത്രകാരനായിരുന്നു. അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മഹാനായ മമ്പുറത്തെ തങ്ങളുടെ അമ്മാവന്മാരായിരുന്ന ഹസൻ ജിഫിരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് ജിഫിരി എന്നിവരുടെ ഹസൻ ജിഫിരിയുടെ മകളെയാണ് മഹാനവറുകൾ വിവാഹം കഴിക്കുന്നത്. ഹസൻ ജിഫിരി വിവാഹം കഴിച്ചത് നമ്മുടെ മുസ്തഫൽ ഹബീബുൽ ബുഖാരി ഖുദ്ദിസ സിറ മഹാനവറുടെ മകളെയാണ് ഹസൻ ജിഫിരി തങ്ങൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ പൊന്മുണ്ടവുമായിട്ട് മഹാനവറുകൾക്ക് ആ കാലഘട്ടത്തിൽ തന്നെ വലിയ ബന്ധമായിരുന്നു. അങ്ങനെ ഒരുപാട് നിരവധി കറാമത്തുകൾക്ക് ഉടമ കൂടിയായിരുന്നു മഹാനവറുകൾ. അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾക്ക് ഹദ്ദാദ് റാത്തിബ് ഈ കേരളത്തിൽ ഇങ്ങനെ സുലഭമായിട്ട് ചെല്ലാനുള്ള ഇജാസിയത്ത് തരുന്നതും അതുപോലെ തന്നെ അതിവിടെ നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ മഹാനവറുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വഴിയിലും മറ്റു വഴികളിലുമൊക്കെ ഹദ്ദാദ് റാത്തിബ് വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ദിക്റുൽ അംബിയാ, അംബിയാക്കളെ അനുസ്മരിക്കുക എന്നുള്ളത് അത് വലിയൊരു ഇബാദത്താണ്. വദിക്റു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ആളുകളെ അനുസ്മരിക്കൽ അത് കഫാറത്തുൻ, അത് നമ്മുടെ ദോഷം പൊറുക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മമ്പുറത്തെ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ദോഷം അതുകൊണ്ട് പൊറുക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സദസ്സും പുണ്യമാക്കപ്പെട്ട ഒരു മാസവുമൊക്കെയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ താസ്വാവും ആശൂറാവും ഒക്കെ വരികയാണ്. നല്ല അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ എല്ലാവരും ഇത്തരത്തിൽ സമയം കണ്ടെത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് മാത്രവുമല്ല, ഈ മഹാന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് മമ്പുറം തങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാനും അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമൊക്കെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Bismillahirrahmanirrahim. Qul huwallahu ahad. Bismillahirrahmanirrahim. Qul huwallahu ahad. Allahus samad. Lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Bismillahirrahmanirrahim. Qul huwallahu ahad. Allahus samad. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد
ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫും മൗലിദും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ഇവിടെ പറയപ്പെട്ടതുപോലെ മഹാനായ ഖുതുബുസ്സമാന്റെ ആണ്ടിദിനത്തിലാണ് ആ മഹാൻ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ദുആ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് സംഭാവന നൽകിയിട്ടുണ്ട്, ദോഷം നൽകിയിട്ടുണ്ട്. എന്തുദ്ദേശം വെച്ചാണ് അവർ നൽകിയതെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഖുതുബുസ്സമാന്റെ ഫദ്ല് കൊണ്ട് അല്ലാഹു തആല അതെല്ലാം പൂർത്തീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വിവിധങ്ങളാകുന്ന രോഗങ്ങളൊക്കെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഓരോ വർഷവും വളരെ വിപുലമായി മമ്പതങ്ങൾ പാപ്പാൻ്റെ ആണ്ട് നാം കഴിക്കുന്നുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് ഈ വർഷം അതിന് വേണ്ടി സാമ്പത്തികമായി അതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ഖൈർ നൽകട്ടെ. അതുപോലെ തന്നെ പർച്ചേസിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ. അതുപോലെ തന്നെ മാംസം അത് ശരിയാക്കാനും അത് അറക്കാനും അതിന് മുന്നിൽ നിൽക്കാനും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് വിതരണം ചെയ്യാൻ വേണ്ടത് പാക്കറ്റാക്കിയവർ നമ്മുടെ ചെറുപ്പക്കാരാണ്, നാട്ടുകാരാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അവരുടെയൊക്കെ യുവത്വം അല്ലാഹു തആല ദീനിനായി സമർപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ അത് വിതരണം ചെയ്യുന്നവർ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അത് പാചക പണ്ടാരിമാർ, ഇങ്ങനെ ഏതെല്ലാം നിലകളിൽ ഈ നേർച്ചയ്ക്ക് വേണ്ടി ഈ ആണ്ടിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അല്ലാഹു തആല വീട്ടിലും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അതിലേക്ക് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, വളരെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സഹായങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. الحمدلله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين. اللهم وإلى أرواح سائر الأنبياء والأولياء والشهداء والصديقين والصالحين، خصوصا إلى حضرة كتب الزمان مولى الدليل سيد علوي المنفورمي، وإلى حضرة جدنا سيد مصطفى الحبيب المنفورمي. اللهم وإلى حضرة السيد حبيب البخاري. اللهم زدهم شرفا على شرفهم وفضلا على فضلهم، وانفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. اللهم بحقهم وبجاههم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. اللهم بحقهم وبجاههم اللهم اشف أمراضنا وأمراض مرضانا وأمراض من تعلقوا بنا وأمراض من أوصانا بالدعاء يا شافي الأمراض شفاء تاما لا يغادر سقما ولا ألما. اللهم بحقهم وبجاههم اللهم حصل مرادنا وبلغ آمالنا واقض هوائجنا وأد ديوننا ودفع بلياتنا وحسن أخلاقنا ووسع أرزاقنا واشف أمراضنا ودفع مصيباتنا ودفع بلياتنا يا خير الحافظين ويا خير الناصرين
റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് സാദാതീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, വലിയ പ്രായം കൂടിയ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. കുതുബുസ്സമാന്റെ ഫضل കൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാഫാക്കണേ അല്ലാഹ്. ഭാവി ജീവിതം ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. ഈ മഹത്തായ നേർച്ചയ്ക്ക് വേണ്ടി ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി സഹകരിച്ച പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹു എന്തുദ്ദേശം വെച്ച് കൊണ്ടാണ് സംഭാവന നൽകിയതെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ മഹാന്റെ ഹക്ക് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ജിൻസിയും റൂഹാനിയും ശൈത്താനിയുമായ എല്ലാ രോഗങ്ങളിലും നീ കാവൽ നൽകണേ അല്ലാഹ്. വിഷമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. കുതുബുസ്സമാന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. എന്തുദ്ദേശമാണ് അല്ലാഹു അവർക്കുള്ളതെങ്കിൽ ആ ഉദ്ദേശങ്ങളൊക്കെ മഹാന്റെ ഫضل കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മഹാന്റെ ഫضل കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അതിൻ്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ ദാരിദ്ര്യം വരുന്ന വഴികളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ദാരിദ്ര്യം വരുന്ന വഴികളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. മറ്റൊരാളോട് പോയി വിഷമങ്ങൾ പറഞ്ഞ് യാചിക്കുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. കുതുബുസ്സമാന്റെ ഫضل കൊണ്ട് സാധുക്കളായി ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. അവസാനം പടച്ചവനെ നല്ല നിലയ്ക്ക് മരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ അല്ലാഹുവേ എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലായിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ട് റബ്ബേ. ഉസ്താദുമാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അവിടെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നീ വളരെ സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ മുറാദുകൾ കുതുബുസ്സമാന്റെ ഫضل കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, ഹിഫ്ളിൽ പഠിക്കുന്നവരുണ്ട്, ദർസിൽ പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. എല്ലാവരെയും നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കുതുബുസ്സമാന്റെ ഫضل കൊണ്ട് സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആ മഹാന്റെ ഫضل കൊണ്ട് പടച്ചവൻ ഞങ്ങളൊക്കെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നല്ല അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, ഉസ്താദുമാരെ ആദരിക്കുന്ന, വലിയവരെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ പെൺമക്കളെയും അല്ലാഹുവേ നല്ല സംസ്കാരമുള്ള അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹു ഞങ്ങളൊക്കെ വാഹനത്തിൽ പോകുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ നാട്ടിൽ ഒരുപാട് ആളുകൾ വിവിധങ്ങളാകുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടുകാരിൽ ഉസ്താദുമാരിൽ മശായിഖന്മാരിൽ പലരും രോഗികളാണ്. റഹ്മാനെ നീ ശിഫ നൽകണേ അല്ലാഹ്. ആഖിർ സമാനാണ്, ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫറലായ കാര്യങ്ങൾ മുറ പോലെ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ പ്രവാസികൾ പടച്ചവനെ മനസ്സ വാച കർമ്മണ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട് അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും നീ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ സ്വദേശികളാകുന്ന ആളുകൾ
വിവിധങ്ങളാകുന്ന ജോലിയിൽ ബന്ധപ്പെടുന്നവരാണ് റഹ്മാനെ. ഏത് ജോലിയാണെങ്കിലും പടച്ചവനെ, ഉള്ള ജോലിയിൽ നീ വലിയ പുരോഗതി നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാഹു, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ശരീക്കന്മാരിൽ നിന്ന് മരണപ്പെട്ടു എല്ലാ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പടച്ചവനെ അവൻ നിന്റെ താഴത്തിലായ ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ അല്ലാഹു, ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവേ ആയുസ്സുള്ള കാലത്തോളം ആഫിയത്തോടുകൂടെ, ഇസ്സത്തോടുകൂടെ, റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മഹത്തായ ആണ്ട് നേർച്ചയ്ക്ക് എല്ലാവിധത്തിലും സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച, അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, എല്ലാവർക്കും അല്ലാഹുവേ അർഹിക്കുന്ന കൂലി നൽകണേ അല്ലാ. അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ദീനിന് വേണ്ടി നന്മകൾ ചെയ്യാൻ ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദറസിന് വേണ്ടി, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നീ തൗഫീക്കും സന്മനസ്സും നൽകണേ അല്ലാ. പടച്ചവനെ, മരണം ഖൈറാവുന്ന അവസരത്തിൽ കലിമ ചൊല്ലി നല്ല സ്ഥലത്ത് വെച്ച് നല്ലവർക്ക് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് എല്ലാവർക്കും നീ വലിയ ഖൈർ നൽകണേ അല്ലാ. എന്ത് മുറാദാണ് മനസ്സിലെങ്കിൽ ആ മുറാദുകളൊക്കെ ഖുതുബുസ്സമാന്റെ ഫദ്ല് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സാധുക്കളായി ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഖുതുബുസ്സമാന്റെ ഹിഫ്ള് നൽകണേ അല്ലാ, മദദ് നൽകണേ അല്ലാ, ഹുദൂരിയത്ത് നൽകണേ അല്ലാ, ഹിമായത്ത് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضلك وعلى محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. എല്ലാവർക്കും ഭക്ഷണം ഇൻഷാ അല്ലാഹ് ടോക്കൺ മുഖേന അവിടെ